സംഭവം നടന്നേ. ഇത് വെച്ചാൽ വേറൊന്നുമല്ല, ഇവിടെ കുറച്ചൊന്ന് പോറി അത്രയേ ഉള്ളൂ. ഈ പോസ്റ്റിൽ തട്ടിയാണ് ഗൈസ് ഞാൻ വരുന്നത്. ഗ്യാസ് കുറ്റിയുടെ ആ കളറൊക്കെ അതുപോലെ ഇവിടെ ഇരിപ്പുണ്ട്. ഓ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോഴും തമിഴ്നാട്ടിൽ തന്നെയാണ്. അപ്പോൾ രാവിലെ ആയി. അപ്പോൾ രാവിലെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. കുറച്ച് തേങ്ങ വെട്ട് കാര്യങ്ങൾ, അങ്ങനെ തേങ്ങ വെട്ടി കരക്കയറ്റി ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ എൻ്റെ അമ്മയുടെ അമ്മാമ്മയെ പറ്റി, പുള്ളി ഇവിടെ നിൽക്കുകയാണ്. പുള്ളി ഒന്ന് കാണിച്ചു തരാം. അമ്മമ്മയ്ക്ക് ഇപ്പോഴും 80 വയസ്സായി. അമ്മമ്മ ഇപ്പോഴും ഇവിടെ തേങ്ങ വെട്ട് കലാപരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മമ്മ എന്താ ഇവിടെ അമ്മച്ചി രാവിലെ തേങ്ങ വെട്ടണ അവരുടെ തേങ്ങ വെട്ടേരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മച്ചി രാവിലെ. അമ്മമ്മ രാവിലെ അവർ തേങ്ങ വെട്ടുന്നത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ ഗൈസ്, തേങ്ങയൊക്കെ അറുത്തിട്ട് എന്താ സച്ച് ഭയങ്കര ആക്റ്റീവാണ് ഗൈസ്. ഇവിടെ തേങ്ങയൊക്കെ വെട്ടി ഇതാണ് ഗൈസ് നമ്മുടെ തേങ്ങ വെട്ടണ അപ്പൂപ്പൻ തേങ്ങ ഉണ്ടോ എന്ന് നോക്കാം. ഓ അടിപൊളി, അതിൽ തേങ്ങയില്ല, ഒന്നുമില്ല ഗൈസ്. അപ്പോൾ എന്നെ കണ്ട് ഗൈസ്. ഓ ഗൈസ്, അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകാൻ റെഡി ആവുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും റെഡി ആയിട്ട്. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ വണ്ടി തിരിച്ചുകൂടെ കൊണ്ടുപോയിട്ട് വീട്ടിലേക്ക് ഒന്ന് പോവാണ് ഗൈസ്. ഓ ഗൈസ്, അപ്പോഴേ ചെറിയൊരു സംഭവം നടന്നേ. ഇത് വെച്ചാൽ വേറൊന്നുമല്ല, ഞാനും വണ്ടിയും കൂടെ തോട്ടി വീഴുന്നു. അതായത് വീട്ടിലെ ഗ്യാസ് കുറ്റി എടുക്കാൻ വേണ്ടി പോയപ്പം ഗ്യാസ് കുറ്റി ഞാനും വണ്ടിയും കൂടെ തലവ് തന്നെ തോട്ടി വീഴുന്നു. ആ തോടിൻ്റെ സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും കാണിച്ചു തരാം. വണ്ടിക്ക് ചെറിയ പണിയുണ്ട്, പിന്നെ വേറെ കുറച്ച് പണിയുടെ ഉണ്ട്. പിന്നെ തോട്ടിലായിരുന്നു വീഴുന്നത്, വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല. കൈ ഇവിടെ കുറച്ചൊന്ന് പോറി അത്രയേ ഉള്ളൂ. എന്തായാലും ഇതാണ് ഗൈസ് ഞാൻ വീഴുന്ന ആ സ്ഥലം. ഇതാ ഈ പോസ്റ്റിൽ തട്ടിയാണ് ഗൈസ് ഞാൻ വീഴുന്നത്. ഇതൊക്കെ എഴുതി വെക്കണത് ഇവിടെയാണ് സാർ ഞാൻ വീഴുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു. ഇവിടെയാണ് ഗൈസ് വീഴുന്നത്. എന്താ ഗ്യാസ് കുറ്റിയുടെ ആ കളറൊക്കെ അതുപോലെ ഇവിടെ ഇരിപ്പുണ്ട്. എന്തായാലും ആ വീട്ടിലെ മാമനും അപ്പുറത്തെ വീട്ടിലെ മാമനും പിന്നെ എൻ്റെ ഓപ്പോസിറ്റ് വീട്ടിലെ മാമനും കൂടെ ചേർന്ന് ഗൈസ് എന്നെ രക്ഷപ്പെടുത്തിയത്. വേറെ ഒന്നുമല്ല, വണ്ടി മേളിക്കയറ്റി. പിന്നെ വണ്ടിയുടെ 2 ഗ്ലാസും പൊട്ടി, ഫ്രണ്ടി വൈസർ ഇത് പൊട്ടി, പിന്നെ ഹാൻഡിലിന് ചെറിയൊരു വളവുണ്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും ഞാനൊരു സിനിമയ്ക്ക് ഇറങ്ങിയാണ്. നമുക്ക് സിനിമ കാണാൻ പോവാം. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ നെടുമങ്ങാടാണ് സിനിമ കാണാൻ വന്നത്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കിഷ്കിന്ദ കാണ്ഡമാണ് ഗൈസ് കാണാൻ വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സിനിമ കാണാൻ പോകാം ഗൈസ്. നമ്മളെത്തി. അപ്പോൾ സിനിമ കണ്ടിട്ട് വരാം. മ്യൂസിയം പോകാൻ അതിനെന്താ, നല്ല ദൂരത്തിനാണല്ലോ. ഇതിപ്പോ 3 ഓ ഗൈസ്, ഇങ്ങനെ ഇവിടെ പൊട്ടി. പിന്നെ എന്താ ഇത് പൊട്ടി, ഇത് ഇളവി. പിന്നെ ഈ സാധനം അങ്ങോട്ട് തിരിച്ച് അവിടെ ഇരിക്കും, തിരിച്ചു വരില്ല, തിരിച്ച് കറക്കില്ല, തിരിച്ച് കറങ്ങും. പിന്നെ ഹാൻഡിൽ ചെറിയൊരു ബെൻഡുണ്ട്, ഒരു വളവുണ്ട്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ ഞാനൊരു സിനിമ കാണാൻ പോയി, നമ്മളെ കിഷ്കിന്ദ കാണ്ഡം. എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല സിനിമ. ഫാമിലി ആയിട്ട് പോയി കാണാം. പക്ഷേ പിള്ളേരെ കൊണ്ടുപോയി കാണുന്നത് അത്ര ഇതല്ല. എന്നാലും നല്ല സിനിമ. നല്ലൊരു കഥ കേട്ടോ. ആസിഫ് അലിയുടെയും
അതിൽ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ വിജയരാഘവനാണ്. എന്തായാലും അപ്പുള്ള എന്ന് പറഞ്ഞത് പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ സൂപ്പറാണ് കേട്ടോ. പുള്ളിയാണ് ആ കഥ മൊത്തത്തിൽ കൊണ്ടുപോകുന്നത്. എന്തായാലും എല്ലാവരും പോയി കാണുക. എന്തായാലും നല്ല സിനിമ കേട്ടോ. ഈ ARM പോലെ നല്ലൊരു സിനിമയാണ് ഈ കിഷ്കിന്ധാകാന്ഡം. അപ്പോൾ എന്തായാലും പോയി സിനിമ കാണുക. നല്ല സിനിമയാണ്. അപ്പോൾ പിന്നെ ഇന്നലെ എനിക്കൊരു ചെറിയൊരു ഇതുണ്ടായി. വണ്ടി ഒന്ന് തോട്ടിലോട്ട് മറിഞ്ഞ് അങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ അപ്പോൾ എൻ്റെ വണ്ടിക്ക് കുറച്ച് പണിയുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി പണി 8ൻ്റെ പണിയാണ്. അപ്പം കുറേ പണിയുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വണ്ടി ദേ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് 2 ഗ്ലാസും പോയി. ഗൈസ് ഇതാണ് ഗ്ലാസ്. ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് പോയി, അതാ തോട്ടി കാണാം. പിന്നെ ഒരു ഗ്ലാസ് പൊട്ടി ഇതായപ്പോൾ എന്തായാലും ഇത് വളഞ്ഞു പോയി. പിന്നെ എൻ്റെ ടിബറ്റൻ ഫ്ലാഗൊക്കെ പൊട്ടിപ്പോയി. മൈ ഗോഡ്. കയറുന്ന ഈ സംഭവം, അതായത് വീട്ടിൽ ഗ്യാസ് കുറ്റി എടുക്കാൻ വേണ്ടി പോയതാണ്. ഒരു പോസ്റ്റ് തട്ടി നേരെ തോട്ടിൽ വീഴുന്നത്. അങ്ങനെ വണ്ടിക്ക് കുറച്ച് പണിയുണ്ട്. എന്തായാലും പണിക്ക് കയറ്റണം. ഈ ആഴ്ച എന്തായാലും പണിക്ക് കയറ്റണം. അപ്പം എനിക്ക് വേറെ പ്രശ്നമില്ല. എനിക്ക് നല്ല കയ്യിൽ കുറച്ച് ചെറിയൊരു പോറൽ ഇത്രയേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം.